നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഓണപ്പൂക്കളവും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ഒക്കെയാണ് കേൾക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ പേര് അത്തപ്പൂ ഇട്ടത് നന്നായോ? ദാറ്റ് മീൻസ് ഡിഡ് ദ അത്തപ്പൂ, ദാറ്റ് മീൻസ് ഫ്ലോറൽ ഡിസൈൻ, ടേൺ ഔട്ട് വെൽ. Presents a lively conversation among three friends, Shankar, Rajiv and Ramani, who discuss the tradition of Atthapookalam and its significance. Through their dialogue, the lesson explores themes of cultural heritage, legends associated with Onam and the spirit of togetherness that defines the festival. നമുക്ക് പുതിയ കുറച്ച് വാക്കുകൾ നോക്കാം. Vocabulary. First word. Vaig, that means to be late. Atthapoo, the flower arrangement in the courtyard during Onam festival. Attham, the name of a star. Pookalam, a design with flower. Veilathu, that means in the sun. Gaunikku, that is to take notice of seriously. Films division, it means film division. Aidiham, that means legend. Padala Logam, that means netherworld in general, and Indian mythology, it is believed to be beneath the earth. Rubam, that means shape. Mundum Nediyadum, the dhoti and the shawl. Keralathinte Paramparagata Vastram, that means the traditional attire of Kerala. Tiruvadira, the names of a star. Tiruvadirakali. This dance form is ceremonially performed on the auspicious day of Tiruvadira, that is celebrated on Tiruvadira star of the month of Dhanu according to Malayalam calendar, that which falls between December 15 and January 15th. Hence, Kaiguttikali is also known as Tiruvadira Kali. The Onam festival is another occasion when Kaiguttikali is performed. Then the next word, Sampradayam. It means tradition. Natinpuram, that means village. Avasaram, it means chance. ഇനി നമുക്ക് കുറച്ച് മുൻപ് സൂചിപ്പിച്ച ഈ പാഠഭാഗത്തിലെ 3 സുഹൃത്തുക്കളുടെ സംഭാഷണം കേൾക്കാം. എന്തായിരുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേര്? അത്തപ്പൂ ഇട്ടത് നന്നായോ? ദാറ്റ് മീൻസ് ഡിഡ് ദ അത്തപ്പൂ, ദാറ്റ് മീൻസ് ഫ്ലോറൽ ഡിസൈൻ ടേൺ ഔട്ട് വെൽ. ശങ്കർ, രാജീവോ വരൂ വരൂ, ഞങ്ങൾ ഇതുവരെ രാജീവിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ ഇത്ര താമസിച്ചത്? രാജീവ്, കമ്മിൻ കമ്മിൻ, വി വെർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് യു. വൈ ആർ യു സോ ലേറ്റ്? രാജീവ്, എനിക്ക് ബസ് കിട്ടാൻ അല്പം വൈകി. ഇന്നലെ കടപ്പുറം വരെ നടന്നു പോയതിൻ്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നടക്കാൻ തോന്നിയില്ല. ഞാൻ വളരെ താമസിച്ചോ? ക്ഷമിക്കൂ. There was delay getting the bus. I am still tired from yesterday's long walk to the beach. So, I didn't feel like walking today. Am I too late? Sorry about that. Shankar, സാരമില്ല, നമ്മൾ തമ്മിൽ അത്ര ലോഹ്യമൊന്നും വേണ്ട രാജീവ്. Doesn't matter. There is no need for such formality between us, രാജീവ്. രമണി, രാജീവ് സാർ, ഞാൻ അത്തപ്പൂ ഇട്ടത് നന്നായോ? രാജീവ് സാർ, how is the അത്തപ്പൂ that I put? രാജീവ്, അത്തപ്പൂവോ? എന്താണത്? കാണാത്തതിനെ പറ്റി എങ്ങനെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത്? അത്തപ്പൂ, വാട്ട് ഈസ് ദാറ്റ്? ഹൗ ക്യാൻ ഐ കമൻറ്റ് ഓൺ സംതിങ് ഐ ഹാവൻറ്റ് ഈവൻ സീൻ? രമണി, സർ, ദാ വാതിലിന് മുൻപിൽ മുറ്റത്ത് ഞാൻ പൂ കൊണ്ട് അലങ്കരിച്ചിട്ടത് കണ്ടില്ലേ? അതാണ് അത്തപ്പൂ. അത് കടന്നാണല്ലോ സാർ അകത്തേക്ക് കയറിയത്. സർ, ഡിഡിൻറ്റ് യു നോട്ടീസ് ദ ഫ്ലോറൽ ഡെക്കറേഷൻ ഐ മെയ്ഡ് ഇൻ ദ കോർട്ട്യാർഡ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ? That is the Atthapoo. You walked right past it while coming in. രാജീവ്, എന്തോ ഞാനത് ഗൗനിച്ചില്ല. വെയിലത്ത് കണ്ണ് ശരിക്ക് തുറന്നു നോക്കാതെയാണ് വന്നത്. ശരി, രമണി വരൂ, നമുക്കതൊന്ന് പോയി കണ്ടുകളയാം. ഓ, ഐ ഡിഡ്ന്റ് നോട്ടീസ് ഇറ്റ്. ഐ വാസ് വാക്കിംഗ് ഇൻ ദ സൺ വിത്തൗട്ട് പ്രോപ്പർലി ഓപ്പണിംഗ് മൈ ഐസ്. ഓൾ റൈറ്റ്. രമണി, കം ഓൺ, ലെറ്റ്സ് ഗോ ആൻഡ് ടേക്ക് എ ലുക്ക്. രമണി, ചേട്ടനും വരൂ. ഇതാ ശരിക്കൊന്ന് കണ്ണു തുറന്നു നോക്കൂ. ഇതാണ് ഞാനിട്ട പൂക്കളം. എന്താ, കൊള്ളാമോ? യു ടു ബ്രദർ. രമണി takes both of them out. Here it is. Take a proper look. This is the floral design I made. What do you think?
ഡസ് ഇറ്റ് ലുക്ക് നൈസ്? രാജീവ്, മിടുക്കി. തമാശയും കലാവിരുതുമൊക്കെ ഉണ്ടല്ലോ, വളരെ നന്നായിരിക്കുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഒന്നുണ്ട്. ഇംപ്രസീവ്. യു ഹാവ് സെൻസ് ഓഫ് ഹ്യൂമർ ആൻഡ് ആർട്ടിസ്റ്റിക് ടാലൻറ്റ്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ബട്ട് ദർ ഈസ് വൺ തിങ് വിച്ച് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. രമണി, എന്താണത്? വാട്ട് ഈസ് ദാറ്റ്? രാജീവ്, എന്തിനാണ് ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ച് മുറ്റത്തിട്ട് അലങ്കരിക്കുന്നത്? വൈ ഡു യു പ്ലക്ക് ഫ്ലവേഴ്സ് ആൻഡ് അറേഞ്ച് ദം ലൈക്ക് ദിസ് ഇൻ ദ കോർട്ട്യാർഡ്? രമണി, ഇത് ചിങ്ങമാസമാണല്ലോ, ഞങ്ങൾക്കിത് ഓണക്കാലമാണ്. തിരുവോണ ദിവസം നാട് കാണാൻ വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത്തപ്പൂ ഇടുന്നത്, അല്ലേ ചേട്ടാ? This is the month of Chingam, the first month of Malayalam calendar. For us, it is the Onam season. We make Atthapoo to welcome Maveli Tamburan, who visits the land on Tiruvonam day. Is it that right, brother? Shankar, Ade. Yes. Rajiv, ആരാണ് ശങ്കർ ഈ മാവേലി തമ്പുരാൻ? ശങ്കർ, who is this മാവേലി തമ്പുരാൻ? ശങ്കർ, കേരളത്തിലെ ഓണാഘോഷത്തെപ്പറ്റി നമ്മൾ ഭോപ്പാലിൽ വെച്ച് ഫിലിം ഡിവിഷൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചിത്രം കണ്ടില്ലേ? ആ ആഘോഷത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യത്തെപ്പറ്റി അന്ന് ഞാൻ രാജീവിന് പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ? ഡോണ്ട് യു റിമെമ്പർ ദ ഡോക്യുമെൻ്ററി ഫിലിം വി വാച്ച്ഡ് അബൌട്ട് കേരളാസ് ഓണം സെലിബ്രേഷൻസ് വെൻ വി വെയർ ഇൻ ഭോപ്പാൽ? ഐ ഹാഡ് എക്സ്പ്ലെയിൻഡ് ദ ലെജൻഡ് ബിഹൈൻഡ് ഇറ്റ് ടു യു ബാക്ക് ദെൻ. രാജീവ്, ശരിയാ. മഹാബലി ചക്രവർത്തിയെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത്. ഉദാരനായ ആ ചക്രവർത്തിയെ വാമനന്റെ രൂപത്തിൽ വന്ന മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥയല്ലേ അത്? ഓറൈറ്റ്, ഓണം ഈസ് സെലിബ്രേറ്റഡ് ടു റിമെമ്പർ ദ എംപറർ മഹാബലി. Isn't it the story of the emperor who was sent to the netherworld by Lord Vishnu in the guise of Vamana? ശങ്കർ, അതെ അതെ, ആ ബലിയെ തന്നെയാണ് ഞങ്ങൾ മാവേലി തമ്പുരാൻ എന്ന് വിളിക്കുന്നതും. യെസ് യെസ്, ദാറ്റ് വെരി സെയിം മഹാബലി ഈസ് ഹൂം വി കോൾ മാവേലി തമ്പുരാൻ. രാജീവ്, അപ്പോൾ ചിങ്ങമാസം മുഴുവനും ഇങ്ങനെ പൂക്കളം ഉണ്ടാക്കണോ? So do you make floral decorations like this throughout the entire month of ചിങ്ങം? ശങ്കർ, ഇല്ല, ചിലർ ചിങ്ങമാസം മുഴുവനും ഇടും. സാധാരണയായി 10 ദിവസം മുമ്പാണ് ഇട്ടു തുടങ്ങേണ്ടത്. ഞങ്ങൾ 10 ദിവസവും ഇങ്ങനെ മുറ്റം അലങ്കരിക്കും. Not necessarily. Some people do it for the whole month, but usually it starts 10 days before തിരുവോണം. We decorate the courtyard with flowers every day for those 10 days. രമണി, അത്തം തൊട്ട് തുടങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ അത്തപ്പൂ എന്ന് വിളിക്കുന്നത്. We call it Atthapoo because we start from the Attam day. രാജീവ്, ശങ്കർ, അന്നത്തെ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ ഈ പൂക്കളത്തിന് ചുറ്റും മുണ്ടും നേരിയതും ഉടുത്ത് രമണിയും ഇന്ന് നൃത്തം ചെയ്യുമോ? ശങ്കർ, as we saw in that film, will Remini also dance around this Atthapoo today? രമണി, അയ്യോ, തിരുവാതിരക്കളിയൊന്നും എനിക്ക് അറിയാൻ വയ്യ. ഓ നോ, ഐ ഡോണ്ട് നോ ഹൗ ടു ഡു തിരുവാതിരക്കളി. ഓ നോ, ഐ ഡോണ്ട് നോ ഹൗ ടു ഡു തിരുവാതിരക്കളി. രാജീവ്, ആ നൃത്തത്തിന് തിരുവാതിരക്കളി എന്നാണോ പറയേണ്ടത്? ഓ, സോ ദാറ്റ് ഡാൻസ് ഈസ് കോൾഡ് തിരുവാതിരക്കളി. ശങ്കർ, അതെ. രാജീവിന് ഞങ്ങളുടെ പഴയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും നാടൻ കലകളും കളികളുമൊക്കെ നേരിട്ട് കാണണമെങ്കിൽ നാട്ടിൻ പുറങ്ങളിലേക്ക് പോകണം. ഈ പട്ടണത്തിൽ അതിനൊന്നും അവസരം കിട്ടില്ല. നോക്കട്ടെ, ഞാനൊരു മാർഗം കണ്ടുപിടിക്കാം. Yes, if you really want to experience our ancient customs, tradition, folk arts and games, you need to visit the countryside. You won't get to see any of it here in the city. So let's see. I will figure out a way. ഇപ്പോൾ നമ്മൾ അവരുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞു. Let us see the semantic sense of these sentences. The first dialogue. ശങ്കർ, രാജീവോ, വരൂ വരൂ, ഞങ്ങൾ ഇതുവരെ രാജീവിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ ഇത്ര താമസിച്ചത്? രാജീവ്, കമിൻ കമിൻ, വി വെർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് യു, വൈ ആർ യു സോ ലേറ്റ്? ദിസ് ഡയലോഗ് showcases a warm and familiar interaction reflecting the natural flow of conversation among friends. Shankar begins with Rajivo, which is an informal yet affectionate way of acknowledging Rajiv's arrival. The use of varu varu, that means come come, adds a welcoming tone emphasizing enthusiasm and familiarity.
He then states, ഞങ്ങൾ ഇതുവരെ രാജീവിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. We were just talking about Rajiv. This sentence suggests that Rajiv was already a topic of discussion, making his arrival seem almost timely or coincidental. The phrase തന്നെയാണ് that strengthened the idea that the conversation was actively revolving around him. Then, എന്താ ഇത്ര താമസിച്ചത്? Why so late? Which is a frank yet casual question indicating nossiness about Rajiv's delay. The tone is not accusatory but rather an expression of interest typical in friendly conversations. Then comes the next dialogue. രാജീവ്, എനിക്ക് ബസ് കിട്ടാൻ അല്പം വൈകി. ഇന്നലെ കടപ്പുറം വരെ നടന്നു പോയതിൻ്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നടക്കാൻ തോന്നിയില്ല. ഞാൻ വളരെ താമസിച്ചു. ക്ഷമിക്കൂ. There was delay getting the bus. I'm still tired from yesterday's long walk to the beach. So I didn't feel like walking today. Am I too late? Sorry about that. This dialogue presents a natural response from Rajiv, explaining his delay while maintaining a conversational tone. Rajiv begins with, എനിക്ക് ബസ് കിട്ടാൻ അല്പം വൈകി. There was a delay in getting the bus, which clearly states the reason for his late arrival. And the phrase അല്പം വൈകി, slightly delayed, keeps the explanation simple and to the point. Then he continues with, ഇന്നലെ കടപ്പുറം വരെ നടന്നു പോയതിൻ്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ട്. I am still tired from yesterday's long walk to the beach. Here the word ക്ഷീണം, that means fatigue, gives the idea that the tiredness from the previous day has carried over, adding depth to his explanation. The next dialogue. അതുകൊണ്ട് ഇന്ന് നടക്കാൻ തോന്നിയില്ല. So I didn't feel like walking today. Buttress his reasoning for choosing an alternative mode of transport. The phrase തോന്നിയില്ല, that means didn't feel like, conveys a subjective feeling rather than a necessity, making the response more relatable. He then asks, ഞാൻ വളരെ താമസിച്ചോ? Am I too late? Showing concerns for whether his delay was significant. The addition of വളരെ, that means very, adds emphasis indicating he is aware of the potential inconvenience. And the last word ക്ഷമിക്കൂ, sorry about that, is a polite way to acknowledge any inconvenience caused. Following that, ശങ്കർ, സാരമില്ല, നമ്മൾ തമ്മിൽ അത്ര ലോക്യമൊന്നും വേണ്ട രാജീവ്. Doesn't matter. There is no need for such formality between us, Rajiv. The dialogue presents Shankar's response. He introduces with Saramilla, doesn't matter, which immediately dismisses any concerns Rajiv might have about being late. This phrase is effective in communicating that the delay is not an issue. He then says, നമ്മൾ തമ്മിൽ അത്ര ലോക്യമൊന്നും വേണ്ട രാജീവ്. There is no need for such formality between us, Rajiv. Here നമ്മൾ തമ്മിൽ, between us, emphasizes their close relationship. The word ലോഹ്യം means formality or excessive politeness, indicates that he considers their friendship strong enough to not require unnecessary apologies. By adding Rajiv at the end, Shankar personalizes his statement, showing warmth and familiarity. Then we can see Ramani's interference. Ramani, Rajiv sir, ഞാൻ അത്തപ്പൂ ഇട്ടത് നന്നായോ? Rajiv sir, how is the Atthapoo I put? Ramani addresses Rajiv with the phrase Rajiv sir, ഞാൻ അത്തപ്പൂ ഇട്ടത് നന്നായോ? Rajiv sir, does the floral design I made look good? That seeking his opinion and validation. The use of sir indicates respect, suggesting that Rajiv holds a position of authority, seniority, or admiration in her eyes. This choice of address reflects a formal or semi-formal interaction commonly found in workplaces, educational institutions, or cultural gatherings. The word nyan, that means I, refers to the speaker, while Atthapoo ittadu, that means the floral design I made, serves as the object of this sentence. The word nannayo, that means is it good, expresses her curiosity and expectation for
feedback. The phrasing of the question suggests that Remini is either seeking appreciation for her effort or looking for constructive criticism. The conversation reflects a culturally significant exchange where traditional practices like creating Atthapoo, that means floral designs often associated with Onam, are valued and discussed with respect and admiration. It also highlights the dynamic of hierarchy and politeness in Malayalam speaking communities, where acknowledging someone's opinion, especially a senior or respected person, is a sign of good etiquette. രാജീവ്സ് റെസ്പോൺസ് അത്തപ്പൂവോ എന്താണത്? കാണാത്തതിനെ പറ്റി എങ്ങനെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത്? വാട്ട് ഈസ് ദാറ്റ്? ഹൗ ക്യാൻ ഐ കമൻറ്റ് ഓൺ സംതിങ് ഐ ഹാവൻറ്റ് ഈവൻ സീൻ? That expresses a mix of curiosity and logical reasoning. The phrase Atthapoo suggests the mild surprise or confusion, implying that he either didn't notice the floral design or is unfamiliar with the term. His follow-up question, endanadu, what is that, points out his lack of awareness, prompting Remini to provide more context. The final statement, കാണാത്തതിനെ പറ്റി എങ്ങനെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത്? How can I comment on something I haven't even seen? That introduces a rhetorical element indicating that he finds it unreasonable to give an opinion without first observing the design. Structurally, the sentence follows a logical sequence, moving from surprise to inquiry. That means Atthapoo to എന്താണിത്, ആൻഡ് ഫൈനലി ടു റീസണിങ്, കാണാത്തതിനെ പറ്റി എങ്ങനെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. സോ ദിസ് എക്സ്ചേഞ്ച് റിഫ്ലെക്ട്സ് എ നാച്ചുറൽ കോൺവെർസേഷൻ where one person seeks feedback while the other insists on first-hand experience before forming an opinion. So then the next dialogue, Remini, sir, ദാ വാതിലിന് മുൻപിൽ മുറ്റത്ത് ഞാൻ പൂ കൊണ്ട് അലങ്കരിച്ചിട്ടത് കണ്ടില്ലേ? അതാണ് അത്തപ്പൂ. അത് കടന്നാണല്ലോ സാർ അകത്തേക്ക് കയറിയത്. സർ, ഡിഡ്ന്റ് യു നോട്ടീസ് ദ ഫ്ലോറൽ ഡെക്കറേഷൻ ഐ മേഡ് ഇൻ ദ കോർട്ട്യാർഡ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ? സോ ദാറ്റ് ഈസ് അത്തപ്പൂ. യു walked right past it while coming in. Remini's response gives an idea of surprise, mild reproach, and enthusiasm. The sentence structure begins with sir, the, sir, look, an informal yet respectful way of grabbing attention, indicating that she expects Rajiv to have noticed her work. The phrase വാതിലിനു മുൻപിൽ മുറ്റത്ത് ഞാൻ പൂ കൊണ്ട് അലങ്കരിച്ചിട്ടത് കണ്ടില്ലേ? Didn't you see the floral decoration I made in the courtyard right in front of the door? That gives an idea of disbelief as she assumes it was impossible for him to miss. She then clarifies, അതാണ് അത്തപ്പൂ. That is Atthapoo, directly answering his previous question. Finally, the statement, അത് കടന്നാണല്ലോ സാർ അകത്തേക്ക് കയറിയത്. You walked right past it while coming in. That reinforces her surprise, subtly pointing out that he had overlooked something significant. ഇവിടെ രാജീവിൻ്റെ മറുപടി ശ്രദ്ധിച്ചേ. എന്തോ ഞാനത് ഗവനിച്ചില്ല. വെയിലത്ത് കണ്ണ് ശരിക്ക് തുറന്നു നോക്കാതെയാണ് വന്നത്. ശരി രമണി, വരൂ, നമുക്കതൊന്ന് പോയി കണ്ടുകളയാം. ഓ, ഐ ഡിഡ്ന്റ് നോട്ടീസ് ഇറ്റ്. I was walking in the sun without properly opening my eyes. All right, Remini, come on, let's go and take a look. Conveys an excuse and a willingness to engage. The sentence begins with endo, that means oh, a simple exclamation that signals surprise or realization. Rajiv then admits, ഞാനത് ഗവനിച്ചില്ല, I didn't notice it, directly addressing Remini's question. He follows with an explanation. വെയിലത്ത് കണ്ണ് ശരിക്കു തുറന്നു നോക്കാതെയാണ് വന്നത്. I was walking in the sun without properly opening my eyes, suggesting that the bright sunlight might have distracted him, making it a light-hearted excuse rather than a serious justification. And finally, he quickly shifts to an action-oriented resolution. ശരി രമണി, വരൂ, നമുക്ക് അതൊന്ന് പോയി കണ്ടുകളയാം. All right, Remini, come on, let's go and take a look. That's showing
that willingness to correct his oversight. Then the phrase, നമുക്കതൊന്ന് പോയി കണ്ടു കളയാം, let's go and take a look, adds a casual, friendly tone, focusing engagement and interest. Then Remini's dialogue, ചേട്ടനും വരൂ, ഇതാ ശരിക്കൊന്നു കണ്ണു തുറന്നു നോക്കൂ, ഇതാണ് ഞാനിട്ട പൂക്കളം, എന്താ കൊള്ളാമോ, you too brother. Here it is, take a proper look. That is the floral design I made. What do you think? Does it look nice? That reflects enthusiasm and invitation and a request for validation. The sentence starts with Chetanum Varu, you too brother, where Remini calls for Rajiv's companion, making the invitation more inclusive. The word Chetan is a respectful term for an elder brother or an older male, which adds warmth and familiarity to the interaction. Next, she encourages them to pay proper attention by saying, ഇതാ ശരിക്കൊന്ന് കണ്ണു തുറന്നു നോക്കൂ. Here it is, take a proper look. The phrase ശരിക്കൊന്ന് that emphasizes they should look carefully, possibly teasing Rajiv for not noticing it earlier. She then presents her work. ഇതാണ് ഞാനിട്ട പൂക്കളം. This is the floral design I made, clearly pointing out her effort and ownership. The use of ഞാനിട്ട, that means I made, highlights her personal involvement and pride in the decoration. In the end, she asks for the feedback with എന്താ കൊള്ളാമോ, what do you think, does it look nice, expecting appreciation or critic. The word kollam means nice or beautiful in Malayalam, making the question a gentle request for validation. So let us see the next converse. Rajiv responds with admiration and fascination, beginning with Midiki, that means impressive, a compliment that acknowledges Remini's skills and effort. The term Midiki is an affectionate way to praise someone, often implying intelligence, talent or efficiency. He continues with തമാശയും കലാവിരുദ്ധമൊക്കെ ഉണ്ടല്ലോ. You have a sense of humor and artistic talent, recognizing both her creativity and playful spirit. By using okay, all of these, he conveys that she possesses multiple admirable qualities, making the praise more wholesome. His next statement, വളരെ നന്നായിരിക്കുന്നു, it is really good, gives an idea of appreciation for her work. The use of വളരെ, that means really, adds importance, showing that he is genuinely impressed. However, his tone shifts as he introduces an element of intrigue. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തതൊന്നുണ്ട്. But there is one thing I don't understand. So this phrase builds curiosity, suggesting that while he admires the floral design, there is something puzzling about it. His words leave room for further discussion, encouraging Remini to explain her artistic choices or the significance behind her work. Remini's reaction, എന്താണ്? What is that? Is brief but effectively conveys curiosity and eagerness. The phrase is a straight question that prompts Rajiv to elaborate on what he finds puzzling. Her tone can be interpreted in multiple ways depending on the context. She could be genuinely curious, slightly amused, or even a bit concerned that something in her design is unclear. The simplicity of the question leaves room for Rajiv to express his thoughts, continuing the natural flow of conversation. Rajiv's question, എന്തിനാണ് ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ച് മുറ്റത്തിട്ട് അലങ്കരിക്കുന്നത്? Why do you pluck flowers and arrange them like this in the courtyard? That reflects his eagerness about knowing the cultural significance of floral decorations like Atthapoo. His choice of words suggests that he is not merely asking about the physical act of plucking flowers and arranging them, but is seeking to understand the deeper reason of tradition behind it. The way he phrases it, ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ച് plucking all these flowers, could also hint at a subtle concern about the practice, possibly questioning whether it is necessary or wondering about its purpose. This line opens up the conversation for Remini to explain the cultural and traditional importance of
floral decorations, especially in the context of Onam, where Pookalam plays a significant role. Remini replies beautifully captures the cultural essence of Onam and the significance of Atthapoo. She begins with, "Idu Chingamasamanallo, this is Chingam month, isn't it?" immediately establishing the seasonal and festive context. Chingam, the first month of Malayalam calendar, is synonymous with the grand celebration of Onam. She continues, "Nyangalkid Onakalamana. For us, this is Onam season." Reinforces a special time of year. The explanation that follows is deeply rooted in tradition. തിരുവോണ ദിവസം നാട് കാണാൻ വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത്തപ്പൂ ഇടുന്നത്. We make floral decorations to welcome Mahabali Tamburan who visits the land on Tiruvanam day. By addressing Rajiv as Cheta, that means elder brother, she adds a touch of warmth, making her explanation more personal and engaging. The concluding "Alle Cheta, isn't it so brother?" serves as an invitation for agreement, subtly drawing him into the shared cultural experience. അടുത്ത സംഭാഷണത്തിലേക്ക് പോകും മുൻപേ ചിലത് പറയട്ടെ. മലയാളികളുടെ പ്രിയങ്കരമായ മാസമാണ് ചിങ്ങം. സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്രഘടനയെ സൂചിപ്പിക്കുന്നു. മലയാളികളുടെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന ഓണം ആഘോഷിക്കുന്നതും ഈ മാസത്തിലാണ്. ശരി, നമുക്ക് സംഭാഷണം തുടരാം. ശങ്കർ, അതെ, ദാറ്റ് മീൻസ് യെസ്. Here Shankar's response, "Ade," though brief, serves as an affirmation of Remini's explanation. His agreement subtly gives the idea of the cultural importance of Atthapoo and the tradition of welcoming Mahabali during Onam. Rajiv's question, "Aaranu Shankari Maveli Tamburan?" that introduces his eagerness and invites an explanation about the legendary figure of Mahabali in the context of Onam. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്നിൽ നമ്മൾ കണ്ട മഹാബലി തമ്പുരാൻ്റേതാണ് ആ കഥ. അദ്ദേഹത്തിൻ്റെ കാലത്ത് എല്ലാ ആളുകളും തുല്യരായിരുന്നു. അവിടെ വഞ്ചനയും അസൂയയും ഇല്ലായിരുന്നു. എന്നാൽ ദേവന്മാർക്ക് മഹാബലി രാജാവിൻ്റെ പേരും പ്രശസ്തിയും ഭയമായി. ദേവന്മാരെ പോലും പ്രജകൾ മറന്നുപോയേക്കാം എന്ന് കരുതിയ അവർ മഹാവിഷ്ണുവിനെ അഭയാർത്ഥനായി സമീപിച്ചു. മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് മഹാബലിയെ പരീക്ഷിച്ചു. അതിൻ്റെ ഫലമായി രാജാവ് പാതാളത്തിലേക്ക് അയക്കപ്പെട്ടു. എന്നിരുന്നാലും തൻ്റെ ജനങ്ങളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന മഹാബലി രാജാവിൻ്റെ ആഗ്രഹം മഹാവിഷ്ണു അനുവദിച്ചു. അതിനാൽ തന്നെ എല്ലാ ഓണനാളുകളിലും മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് മീൻസ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കിങ് മഹാബലി all people were equal. There were no desire or jealousy. However, the fame and glory of King Mahabali instilled fear in Devas. Worried that the people might forget them, the Devas sought refuge in Lord Mahavishnu. In response, Mahavishnu took the Vamanavatar to test Mahabali. As a result, the king was sent to the netherworld. Nonetheless, Mahavishnu granted Mahabali's wish to visit his people once a year. So this is why it is believed that Mahabali returns to see his people every Onam. Shankar reminds Rajiv of their past discussion about Onam and its significance later by saying, കേരളത്തിലെ ഓണാഘോഷത്തെപ്പറ്റി നമ്മൾ ഭോപ്പാലിൽ വെച്ച് ഫിലിം ഡിവിഷൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചിത്രം കണ്ടില്ലേ? Didn't we watch a film division's documentary about Kerala's Onam celebration in Bhopal? That bringing up a shared experience to jog Rajiv's memory. He follows up with, ആ ആഘോഷത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യത്തെപ്പറ്റി അന്ന് ഞാൻ രാജീവിന് പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ? Don't you remember that I had explained the legend behind that celebration to you back then? They had already discussed the story. Shankar's tone is friendly and slightly teasing, nudging Rajiv to recall their conversation while also setting the stage for explaining the legend of King Mahabali once again. Then comes the next dialogue. Rajiv, ശരിയാ, മഹാബലി ചക്രവർത്തിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത്. ഉദാരനായ ആ ചക്രവർത്തിയെ വാമനൻ്റെ രൂപത്തിൽ വന്ന മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥയല്ലേ അത്?
Oh, right, Onam is celebrated to remember the Emperor Mahabali. Isn't it the story of Emperor who was sent to the netherworld by Lord Vishnu in the guise of Vamana? The first part, Shariya, that means right, is a simple sentence consisting a noun and an implied copula action. And the second part, മഹാബലി ചക്രവർത്തിയെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത്. ഹിയർ മലയാളികൾ മീൻസ് മലയാളീസ്, ഓണം കൊണ്ടാടുന്നത് ദാറ്റ് മീൻസ് സെലിബ്രേറ്റ് ഓണം, ആൻഡ് മഹാബലി ചക്രവർത്തിയെ സ്മരിക്കുന്നതിന് വേണ്ടി ദാറ്റ് മീൻസ് ടു റിമെമ്പർ മഹാബലി, ദാറ്റ് സെർവ്സ് അറ്റ് ദ പർപ്പസ് ക്ലോസ്. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ഉദാരനായ ചക്രവർത്തിയെ വാമനൻ്റെ രൂപത്തിൽ വന്ന മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥയല്ലേ അത്? Isn't it the story of benevolent emperor being pushed down to the nether world by Lord Vishnu in the form of Vamana, which is a complex question sentence that incorporates a relative clause. In the sentence, Udaranaya a Chakravartiye, here A is the accusative case indicating the object of the sentence. Then the relative clause, Vamaninte രൂപത്തിൽ വന്ന മഹാവിഷ്ണു, that means Lord Vishnu, who came in the form of Vamana, describes the agent of the action. And പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ, that means pushed down to the nether world, expresses the action, and the കഥയല്ലേ അത്, isn't it the story, serves as the main clause, is in a question format. Both sentences illustrates the richness of Malayalam syntax. Here in the both sentence we can see the structural complexity and reflects the depth of storytelling in Malayalam, integrating mythology with linguistic precision. ശങ്കർ സ്റ്റേറ്റ്മെൻറ്റ്, അതെ അതെ, ആ ബലിയെ തന്നെയാണ് ഞങ്ങൾ മാവേലി തമ്പുരാൻ എന്ന് വിളിക്കുന്നത്. യെസ് യെസ്, ദാറ്റ് വെരി സെയിം മഹാബലി ഈസ് whom we call മാവേലി തമ്പുരാൻ. That follows a topic comment structure in Malayalam, giving significance to Mahabali as the subject of discussion. The sentence begins with ade ade, that means yes yes, that serves a affirmation using repetition for significance, a common rhetorical device in spoken Malayalam. Okay. The phrase ആ ബലിയെ തന്നെയാണ്, that includes a demonstration for specificity, while തന്നെ adds emphasizes meaning exactly that Mahabali. The structure then introduces the subject ഞങ്ങൾ followed by relative clause മാവേലി തമ്പുരാൻ എന്ന് വിളിക്കുന്നതും, that means whom we call മാവേലി തമ്പുരാൻ, which serves as a noun clause explaining what we do. So the word വിളിക്കുന്നതും, that means is called, functions as the linking subject ഞങ്ങൾ to the object, the predicate and linking subject ഞങ്ങൾ to the object മാവേലി തമ്പുരാൻ. This sentence effectively conveys the idea that Mahabali, known for his generosity, is respectfully called Maveli Tamburan by Malayalis. That strengthens the cultural significance of Onam. Okay, then comes the next converse, Rajiv. അപ്പോൾ ചിങ്ങമാസം മുഴുവനും ഇങ്ങനെ പൂക്കളം ഉണ്ടാക്കണോ? That means, so do you make floral decorations like this throughout the entire month of Chingam? Rajiv eagerly asked whether the floral carpet, that means പൂക്കളം, should be made throughout the entire month of Chingam. His question, അപ്പോൾ ചിങ്ങമാസം മുഴുവനും ഇങ്ങനെ പൂക്കളം ഉണ്ടാക്കണോ, reflects his interest in understanding the tradition associated with Onam. The structure of the sentence includes അപ്പോൾ, that means so or then, which connects the discussions to the previous conversation, ചിങ്ങമാസം മുഴുവനും, that means throughout the month of Chingam, specifies the duration, while ഇങ്ങനെ പൂക്കളം ഉണ്ടാക്കണോ, that means should we make a floral carpet like this, that directly questions about the practice. Then ശങ്കർ, ഇല്ല, ചിലർ ചിങ്ങമാസം മുഴുവനും ഇടും. സാധാരണയായി 10 ദിവസം മുമ്പാണ് ഇട്ടു തുടങ്ങേണ്ടത്. ഞങ്ങൾ 10 ദിവസവും ഇങ്ങനെ മുറ്റം അലങ്കരിക്കും. Not necessarily. Some people do it for the whole month, but usually it starts 10 days before Tiruvonam. We decorate the courtyard with flowers every day for those 10 days. Here Shankar responds by first negating the assumption with a direct illa, that means no. Then
He then acknowledges that some people follow a different practice, stating ചിലർ ചിങ്ങമാസം മുഴുവനും ഇടും. Some people will put it for the entire month of Chingam. So this presents an alternative perspective before moving on to the general norm. He clarifies the traditional practice by saying സാധാരണയായി 10 ദിവസം മുമ്പാണ് ഇട്ടു തുടങ്ങേണ്ടത്. That means usually it should be started 10 days before. Here the phrase സാധാരണയായി, that means usually, establishes this as a widely accepted norm, and the verb phrase ഇട്ടു തുടങ്ങേണ്ടത് should be started conveys a sense of necessity. Finally, Shankar concludes with a personal affirmation. ഞങ്ങൾ 10 ദിവസവും ഇങ്ങനെ മുറ്റം അലങ്കരിക്കും. We will decorate the courtyard like this for 10 days. The structure of his response follows a logical flow, first rejecting an incorrect assumption, acknowledging variations in practice, that establishing the standard tradition, and finally his own adherence to it. Then following that the next dialogue, Remini. അത്തം തൊട്ട് തുടങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ അത്തപ്പൂ എന്ന് വിളിക്കുന്നത്. We call it Atthapoo because we start from the Attam day. Remini explains the reason behind the name Atthapoo in a clear and logical manner. She states that the floral arrangement is called Atthapoo because it starts on the day of Attam. The sentence follows a cause and effect structure where the first part, Attam, തൊട്ടു തുടങ്ങുന്നത് കൊണ്ടാണ്, because it starts from Attam, introduces the reason, and the second part, ഇതിനെ അത്തപ്പൂ എന്ന് വിളിക്കുന്നത്, it is called Atthapoo, presents the result. So the phrase തൊട്ടു തുടങ്ങുന്നത് കൊണ്ടാണ് functions as a casual connector linking the tradition of beginning the floral decoration on Attam to its name. So let us see the next. രാജീവ്, ശങ്കർ, അന്നത്തെ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ ഈ പൂക്കളത്തിനു ചുറ്റും മുണ്ടും നേരിയതും ഉടുത്ത് രമണിയും ഇന്ന് നൃത്തം ചെയ്യുമോ? ശങ്കർ, ആസ് വി സോ ഇൻ ദാറ്റ് ഫിലിം, വിൽ രമണി ഓൾസോ ഡാൻസ് അറൌണ്ട് ദിസ് അത്തപ്പൂ ടുഡേ? Here Rajiv playfully asked Shankar whether Remini will dance today, just like in the movie they watched earlier. His sentence structure follows a conversational and inquisitive tone, beginning with Shankar, which directly addresses Shankar, ensuring attention. The phrase അന്നത്തെ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ, like we saw in that movie, sets a reference point, establishing a comparison between a past event and the present situation. The main clause, ഈ പൂക്കളത്തിനു ചുറ്റും മുണ്ടും നേരിയതും ഉടുത്ത് രമണിയും ഇന്ന് നൃത്തം ചെയ്യുമോ? Will Remini also dance today around this floral decoration wearing a mund and നേരിയത്? That forms the core question here. പൂക്കളത്തിനു ചുറ്റും, that means around the floral decoration, specifies the setting, and മുണ്ടും നേരിയതും ഉടുത്ത്, wearing a mund and നേരിയത്, describes the traditional attire, adding cultural context. The sentence concludes with രമണിയും ഇന്ന് നൃത്തം ചെയ്യുമോ? Will Remini also dance today? Placing priority on the main inquiry. Here Remini responds with surprise and hesitation, saying, അയ്യോ, തിരുവാതിരക്കളിയൊന്നും എനിക്കറിയാൻ വയ്യ. Oh no, I don't know how to perform the തിരുവാതിരക്കളി. The sentence structure begins with അയ്യോ, which is an exclamation expressing concern or dismay, setting the emotional tone. The phrase തിരുവാതിരക്കളിയൊന്നും, that means തിരുവാതിരക്കളി at all, emphasizes that she has no knowledge of the dance form, with ഒന്നും adding stress to the negation. The phrase എനിക്കറിയാൻ വയ്യ, that means I don't know, conveys Remini's inability or the lack of confidence in performing the dance. Then രാജീവ്, ആ നൃത്തത്തിന് തിരുവാതിരക്കളി എന്നാണോ പറയേണ്ടത്? Oh, so that dance is called തിരുവാതിരക്കളി. Here Rajiv asks whether the dance is called തിരുവാതിരക്കളി so that he can confirm it. His sentence begins with ആ നൃത്തത്തിന്, that means for that dance, which refers to the specific dance they are discussing. Then he uses തിരുവാതിരക്കളി എന്നാണോ പറയേണ്ടത്? Should it be called തിരുവാതിരക്കളി? Seeking clarification. The word ആണോ adds a question tone, while പറയേണ്ടത് should be said or called suggests that he is confirming the correct name for the dance. Following that, Shankar, അതെ, രാജീവിന് ഞങ്ങളുടെ പഴയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും നാടൻ കലകളും കളികളുമൊക്കെ നേരിട്ട് കാണണമെങ്കിൽ നാട്ടിൻ പുറങ്ങളിലേക്ക് പോകണം.
ഈ പട്ടണത്തിൽ അതിനൊന്നും അവസരം കിട്ടില്ല. നോക്കട്ടെ, ഞാനൊരു മാർഗം കണ്ടുപിടിക്കാം. ദ സെൻറ്റൻസ്: അതെ, രാജീവിന് ഞങ്ങളുടെ പഴയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും നാടൻ കലകളും കളികളുമൊക്കെ നേരിട്ട് കാണണമെങ്കിൽ, ദാറ്റ് മീൻസ് യെസ്, ഇഫ് യു റിയലി വാണ്ട് ടു എക്സ്പീരിയൻസ് അവർ ഏൻഷ്യൻ കസ്റ്റംസ്, ട്രഡീഷൻസ്, ഫോക്ക് ആർട്സ് ആൻഡ് ഗെയിംസ്, you need to visit the countryside. You would not get to see any of it here in the city. Let's see, I will figure out a way. That presents a conditional idea implying that experiencing these things requires a specific action. Shankar then states, നാട്ടിൻ പുറങ്ങളിലേക്ക് പോകണം. He must go to the countryside, clearly pointing out the necessity of visiting rural areas. The next sentence: ഈ പട്ടണത്തിൽ അതിനൊന്നും അവസരം കിട്ടില്ല. In the city, there won't be an opportunity for any of that. That contrasts the urban and rural environment, giving an importance that such traditions are better preserved in villages. Finally, Shankar reassures Rajiv with നോക്കട്ടെ, ഞാനൊരു മാർഗം കണ്ടുപിടിക്കാം. Let's see, I will find a way, showing his willingness to help Rajiv experience these cultural aspects. To conclude, the chapter explores the vibrant festival of Onam, highlighting its cultural significance and traditions in Kerala, along with new words and sentences. So I hope you all understood the basic elements that I shared with you right here. If you find any difficulty in understanding, we can discuss in our live sessions. So thank you all for the patient hearing, and see you in all in next class. Thank you.